SSLC റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ മക്കളെ, +1 അപേക്ഷിക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ മെയ് 14-ാം തീയതിയാണ് നമ്മുടെ അലോട്ട്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, അതിനുള്ള അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിഞ്ഞു. പക്ഷേ ഒരുപാട് പേർക്ക് ഒരു അപ്ലിക്കേഷൻ ഫോം കിട്ടിയിട്ടുണ്ടാവും തൊട്ടടുത്ത അക്ഷയ സെൻറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നൊക്കെ ആയിട്ട് അപ്ലിക്കേഷൻ ഫോം കിട്ടിയിട്ടുണ്ടാവും, ജനസേവന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫോം തെറ്റുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ഫോമിൽ തെറ്റ് പറ്റിയാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫൈനൽ സബ്മിഷൻ്റെ സമയത്ത്, അതായത് മോണിറ്ററിൽ എല്ലാം എൻ്റർ ചെയ്തു, നമ്മുടെ കമ്പ്യൂട്ടറിലെല്ലാം എൻ്റർ ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ നടത്തുന്നതിന് മുമ്പ് ഒരു പ്രിൻ്റ് ഔട്ട് കൂടി കിട്ടും, അല്ലെങ്കിൽ അവർ കമ്പ്യൂട്ടറിൽ തന്നെ കാണിച്ചു തരും. ആ സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് എല്ലാം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. അവിടെ പാളിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നതിനെ ചൊല്ലി അവിടെ ബഹളം വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്. +1 നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, തെറ്റുകൂടാതെ പൂരിപ്പിച്ചേ മതിയാകും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവസാനം വരെ കാണണം. ഏറ്റവും അവസാനമാണ് ഏതൊക്കെ സ്കൂളുകൾ എങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതൊക്കെ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷമീം സാർ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് ഒരു കാര്യം കൂടെ, +1 നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ട്യൂഷൻ അത്യാവശ്യമാണ്. കാരണം SSLC പോലെ അല്ല +1 എന്ന് പറയുന്നത്, 4 ഇരട്ടി പഠിക്കാനുണ്ട്. +1 നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്നി ബാച്ച് തന്നെയാണ്. ലൈവായിട്ട് നമുക്ക് പഠിക്കാം, റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ PDF നോട്ടുകളും എല്ലാം ഉണ്ടാവും, മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പറയുന്നില്ല. +1 കോമേഴ്സ് ജ്വാല ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് പഠിക്കാം. +1 നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് തന്നെ സെറ്റ് ആക്കണം. ഓക്കെ, ഇനി നമുക്ക് അപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നല്ലേ. കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, നമ്മളെല്ലാവരും SSLC എക്സാം പാസ്സായവരല്ലേ. നമ്മുടെ കോഡ് എന്ന് പറയുന്നത് 01 ആണ്. നമ്മുടെ SSLC എക്സാമിനേഷൻ 2025 ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ കുറച്ച് എക്സാംസ് ഉണ്ടല്ലോ, CBSE-കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ, അവർക്കൊക്കെ എന്താണ് വരുന്നത് നോക്കണ്ടേ. യെസ്, ഇതാ ഇങ്ങനെ ഒരുപാട് കോഡുകളുണ്ട്. അതായത് SSLC ഗ്രേഡിംഗ് സിസ്റ്റം 2024-25, SSLC ഗ്രേഡിംഗ് സിസ്റ്റം 2007 to 2024, THSLC അല്ലേ, IHRD ന്യൂ സ്കീം, അതിൻ്റെ കോഡ് 03 ആണ്. CBSE ആണെങ്കിൽ 04 ആണ്. ശ്രദ്ധിക്കണേ, CBSE ആണെങ്കിൽ 04 ആണ് കോഡ്. ICSE ആണെങ്കിൽ 05 ആണ്. ഇതല്ലാതെ മറ്റേതെങ്കിലും ബോർഡ് എക്സാം ആണ് നിങ്ങൾ പാസ്സായതുണ്ടെങ്കിൽ 07 കൊടുക്കാം. THSLC ടെക് എജു അല്ലേ, ന്യൂ സ്കീം 2016 ഓൺവേർഡ്സ് 08 ആണ് കോഡ് വരുന്നത്. അപ്പോൾ ഈ കോഡ് എന്ത് ചെയ്യരുത്, മാറിപ്പോരുത്. നിങ്ങൾ ഏത് പരീക്ഷയാണോ എഴുതിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള കോഡ് തന്നെ ചൂസ് ചെയ്യുക. 01 ആണ് നോർമലി SSLC ഗ്രേഡിംഗ് സിസ്റ്റം 2024-25 എന്നതിൻ്റെ കോഡ്. ഓക്കെ അല്ലേ? അപ്പോൾ 01 എല്ലാവർക്കും സെറ്റ് ആയാലേ. CBSE ആണെങ്കിൽ 04 കേട്ടോ, 04. ഓക്കെ, 04 CBSE-കാർക്ക് 04 ആണേ. ഓക്കെ, യെസ്, സെറ്റ്. അപ്പോൾ ആദ്യത്തെ കിട്ടി. ഇനി രജിസ്റ്റർ നമ്പർ നമുക്ക് അറിയാം എന്താണ് രജിസ്റ്റർ നമ്പർ എന്നുള്ളത്, നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് 1 2 3 4 5 6 ഒരു 6 നമ്പർ ഉണ്ടാവും. ആ 6 നമ്പർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് ബാലൻസ് വരുന്ന ആ ഒരു കള്ളിയൊക്കെ ഇങ്ങനെ സ്ലാഷ് ചെയ്തിട്ടോ. ഓക്കെ, കള്ളി ബാലൻസ് ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യുക, വരച്ചിടുക. വേറെ നമ്പറൊന്നും ആരും എഴുതി ചേർക്കാനൊന്നും പാടില്ല. അടുത്തത് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ്, നമ്മൾ 03/2025 അല്ലേ, മാർച്ച് 2025 നമ്മൾ പാസ്സായത്. നമ്മുടെ എക്സാം നടന്നത് ആ ഒരു മാസമാണ്. ആരും ഏപ്രിൽ 04 എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. ഓക്കെ, 04 എന്നോ 05 എന്നോ എഴുതരുത്. മെയിലാണ് റിസൾട്ട് വന്നത്, അങ്ങനെയൊന്നുമല്ല. 03/2025. ഓക്കെ, അടുത്തത് കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദി അപ്ലിക്കൻറ്റ് സ്റ്റഡീഡ് ഫോർ SSLC ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങളുടെ ഹൈസ്കൂളിൻ്റെ കോഡ്, ഓക്കെ, ഹയർ സെക്കൻഡറിൻ്റെ കോഡല്ല. നിങ്ങൾ ചിലപ്പോൾ +2 കൂടിയുള്ള സ്കൂളുകൾ പഠിച്ച കുട്ടികളുണ്ടാവും അല്ലേ. ഹയർ സെക്കൻഡറി സ്കൂളിന് വേറെ കോഡുണ്ട്, ഹൈസ്കൂളിന് വേറെ കോഡുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൈസ്കൂളിൻ്റെ കോഡാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. സ്കൂളിൻ്റെ പേര് GHS മലപ്പുറം ആണെങ്കിൽ ആ മലപ്പുറം. ഓക്കെ, അത് നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ, യെസ്. അടുത്തത് എന്താ, വെദർ പാസ്ഡ് ഇൻ ബോർഡ് എക്സാമിനേഷൻ, പാസ്സായിട്ടുണ്ടോയെന്ന്. പാസ്സാവാതെ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കില്ലല്ലോ അല്ലേ. അപ്പോൾ യെസ് അടിച്ച് കൊടുക്കുക. ഓക്കെ, അടുത്തത് നെയിം ഓഫ് അപ്ലിക്കൻറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് ഇനീഷ്യൽസ് ആഫ്റ്റർ ദി നെയിം അല്ലേ. നെയിം ഓഫ് അപ്ലിക്കൻറ്റ് നമ്മുടെ പേരാണ്, കൃത്യമായിട്ട് ബ്ലോക്ക് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാം. SHAMEEM. ഓക്കെ, പിന്നെ ഇനീഷ്യൽസ് ആഫ്റ്റർ ദി നെയിം എന്നല്ലേ, TK. ഒക്കെ സ്പേസ് ഇട്ട് എഴുതുക. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുക.
ആധാർ നമ്പർ ഒരു 12 അക്ക നമ്പർ ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10 11 അല്ലേ? ഓക്കെ, ഒരു കള്ളിയിൽ ഒരു നമ്പർ 1 2 3 4 5 6 7 8 9 10 11 12 അക്ക ആധാർ നമ്പർ തെറ്റുകൂടാതെ എഴുതുന്നു. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ടിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഓക്കെ, യെസ്. പിന്നെ കാറ്റഗറി നെയിം ആൻഡ് കോഡ്, അതായത് നമ്മുടെ കാറ്റഗറി ഏതാണെന്നുള്ളത്. കാറ്റഗറീസ് ഒരുപാടുണ്ട്, അത് കാണിച്ചു തരാം. യെസ്, ഇതാ കാറ്റഗറി താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയെ അനുബന്ധം രണ്ടും പരിശോധിച്ച് എഴുതുക. അതായത് ജനറൽ ആണെങ്കിൽ 01 ആണ് കോഡ്. ഈഴവ, തീയ, ബില്ലവ 02 ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ മക്കളെ. ഇതിൽ നിങ്ങൾ ഏതാണോ വരുന്നത് അതിനനുസരിച്ച് കോഡ് ചെയ്ത്. SC ആണെങ്കിൽ 07, ST ആണെങ്കിൽ 08, അങ്ങനെ കാറ്റഗറികളും അതിൻ്റെ കോഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ കോഡ് വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഫോമിൽ ഫില്ല് ചെയ്യുക. ഓക്കെ, ജനറൽ ആണെങ്കിൽ 01 എന്ന് എഴുതാം. കാറ്റഗറി നെയിം ജനറൽ 01. ഓക്കെ, 01 എന്ന് എഴുതാം. പിന്നെ വെദർ എലിജിബിൾ ഫോർ EWS റിസർവേഷൻ, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർ, അതായത് ഉയർന്ന ജാതി അല്ലെങ്കിൽ ജനറലൊക്കെയാണ്, പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, കൊടുക്കുക. യെസ് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടി വരും. എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ ഉൾപ്പെടുന്ന ആളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈറ്റിലൂടെ hscap.kerala.gov.in എന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഓക്കെ, അടുത്തത് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ഓക്കെ, കാസ്റ്റ് ഏതാണ്, റിലീജിയൻ ഏതാണെന്നുള്ളത്. റിലീജിയൻ രണ്ടാമതാണ് എഴുതുന്നത് കേട്ടോ. ഏതാണോ കാസ്റ്റ്, ഏതാണോ റിലീജിയൻ എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ എഴുതി കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എഴുതുക. 01/01/2006 ആണോ 2007 ആണോ 2008 ആണോ അതേതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അടുത്ത നെയിം ഓഫ് മദർ, അമ്മയുടെ പേര് എഴുതുന്നു. അതുപോലെ നെയിം ഓഫ് ഫാദർ എഴുതുന്നു. നെയിം ഓഫ് ഗാർഡിയൻ, രക്ഷിതാവിൻ്റെ പേരിന് അച്ഛനും അമ്മയും ഇല്ല, രക്ഷിതാവാണെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് എഴുതുന്നു. ഓക്കെ, വെദർ ദി അപ്ലിക്കൻ ബിലോങ്സ് ടു OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ വെദർ ദി അപ്ലിക്കൻ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അതായത് ഭാഷാ ന്യൂനപക്ഷമുള്ള ആളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. യെസ് ആണെങ്കിൽ ആ ലാംഗ്വേജ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, തമിഴാണോ കന്നഡയാണോ എന്നുള്ള കാര്യം. ഓക്കെ, അടുത്തത് വെദർ ദി അപ്ലിക്കൻ്റ് ഈസ് ഡിഫറൻ്റ്ലി ഏബിൾഡ്, അതായത് വികലാംഗനാണോ അല്ലെങ്കിൽ എന്താ പറയുക ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണോ എന്നുള്ളത് അല്ലേ, അതിന് ഏതാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് കഴിഞ്ഞാൽ അല്ലേ, ബ്ലൈൻഡ് ആണോ ഡഫ് ആണോ എന്നുള്ളതൊക്കെ ടിക്കറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, പിന്നെ പെർസെൻറ്റേജ് ഓഫ് ഡിസേബിലിറ്റി, വൈകല്യത്തിൻ്റെ ശതമാനം എത്രയാണ്, 40% ആണോ 50% ആണോ വൈകല്യമുള്ള സംഭവം എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഈ ഒരു കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായില്ലേ. ഇനി പ്ലേസ് ഓഫ് റെസിഡൻസ്, കോഡ് ആൻഡ് നെയിം ഓഫ് പ്ലേസ്, അതായത് നേറ്റീവ് സ്റ്റേറ്റിൻ്റെ കോഡ്. സ്റ്റേറ്റ് കേരള അല്ലേ, കേരള അല്ലേ. അതേപോലെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് നോക്കുക. ഡിസ്ട്രിക്റ്റ് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് എന്ന് എഴുതുന്നു. ഓക്കെ, പിന്നെ താലൂക്ക് ഏതാണെന്ന് എഴുതുന്നു. ഗ്രാമപഞ്ചായത്ത് ഏതാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണ്, കോർപ്പറേഷൻ ഏതാണെന്ന് എഴുതുന്നു. ഇതിൻ്റെയൊക്കെ കോഡ് നമുക്ക് അവൈലബിൾ ആട്ടോ. ഓക്കെ, കോഡ് നമുക്ക് അവൈലബിൾ ആണ്. അത് എവിടെ കിട്ടും, നമ്മുടെ സൈറ്റിൽ കിട്ടും. ഓക്കെ, നമ്മുടെ hscap.kerala.gov.in എന്ന ഈ ഒരു സൈറ്റിൽ നമുക്ക് കിട്ടും. ഇതിൽ ഈ പ്രോസ്പെക്ടസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് ജില്ല സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, നമ്മുടെ ജില്ല ഏതാണോ ആ ജില്ല സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കോഡുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ് കോഡ് 1 കേരള. ഓക്കെ, കാണുന്നില്ലേ, എല്ലാവരും കാണുന്നില്ലേ, സ്റ്റേറ്റ് കോഡ് 1 ആണ്, കേരള ആണെങ്കിൽ 1 ആണ്. ഡിസ്ട്രിക്റ്റിൻ്റെ കോഡ് ഇതിപ്പോൾ എറണാകുളമാണ് ക്ലിക്ക് ചെയ്തത്, എറണാകുളത്തിൻ്റെ കോഡ് 7 ആണ്. അതുപോലെ താലൂക്ക് ആലുവ, കോതമംഗലം, അങ്ങനെ ഒരുപാട് താലൂക്കുകളുണ്ട്. ഓരോ താലൂക്കിൻ്റെയും കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് കിട്ടിയത്? യെസ്, നമ്മൾ മെയിൻ സൈറ്റ് hscap.kerala.gov.in എന്ന ഈ സൈറ്റിൽ പ്രോസ്പെക്ടസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് ചോദിക്കും. അതിൽ നമ്മുടെ ജില്ല നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അപ്പൻഡിക്സ് 6 എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ കോഡ് കിട്ടും. ഓക്കെ, കോഡ് കിട്ടും. ക്ലിയർ. പിന്നെ അതുപോലെ തന്നെ ആ ലിങ്കിൽ തന്നെ ഉണ്ടാവും അത് ഗ്രാമപഞ്ചായത്തിൻ്റെ കോഡും. ഓക്കെ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിൽ ആണെന്നുണ്ടെങ്കിൽ മൂന്നിയൂർ പഞ്ചായത്ത് അല്ലേ, അതെല്ലാം ഇവിടെ ഉണ്ടാവും. ഓക്കെ, മൂന്നിയൂർ പഞ്ചായത്ത് ഇതാ കോഡ് 81. ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് ആ ജില്ലയുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ലോക്കൽ ബോഡീസിൻ്റെ ഒക്കെ കോഡുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതാം. ഓക്കെ, ഈ കോഡുകൾ ഇവിടെ 01 ആദ്യത്തേത് 01 തന്നെ അല്ലേ. ഓക്കെ, 01
ജില്ല ഏതാണെന്ന് കൊടുക്കുന്നു, കോഡ് ഏതാണെന്ന് കൊടുക്കുന്നു, പഞ്ചായത്തിൻ്റെ കോഡ് ഏതാണെന്ന് കൊടുക്കുന്നു. പിന്നെ കൺട്രി ഇന്ത്യ അല്ലേ, സ്റ്റേറ്റ് കേരള. ഇത് എന്താണ്? ഇഫ് സ്റ്റേറ്റ് ഈസ് അതർ ദാൻ കേരള അല്ലേ, ഇഫ് സ്റ്റേറ്റ് ഈസ് അതർ ദാൻ കേരള, കേരളത്തിലല്ലാത്ത കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ഏതാണെന്ന് കൂടെ കൊടുക്കുക. ഓക്കെ. പിന്നെ പെർമനൻറ്റ് അഡ്രസ്സൊക്കെ വളരെ കൃത്യമായിട്ട് പിൻകോഡ് സഹിതം എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് ആർ ടു ബി സെൻഡ്, അതിന് പറ്റിയ, അതായത് നമുക്ക് ആശയവിനിമയം നടത്താനുള്ള അഡ്രസ്സ് ഏതാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ കൃത്യമായിരിക്കണം, ഫോൺ നമ്പർ തെറ്റിപ്പോകരുത്. നിങ്ങളുടെ OTP ഒക്കെ വരാൻ പറ്റുന്ന അതായത് OTP എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു HSCAPൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ OTP അയക്കണം അല്ലേ. അപ്പോൾ ആ 1 ടൈം പാസ്വേഡൊക്കെ വരാൻ പറ്റുന്ന ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സിമ്മ് എപ്പോഴും അക്ഷയ സെൻറ്ററുകാർ വിളിക്കുമ്പോൾ അവൈലബിൾ ആവുന്ന, അവർ ചിലപ്പോൾ ഫ്രീ ആകുമ്പോൾ എന്താ പറയുക, അവർക്ക് സൗകര്യമുള്ള സമയത്തായിരിക്കും അവർ ചെയ്യുക, ചിലപ്പോൾ രാത്രി ആയിരിക്കാം. അപ്പോൾ ആ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം, OTP പെട്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നമ്പർ മറ്റേ ആളടുത്താണ്, ആ അമ്മായിൻ്റെ മോളതാണെന്നും പറയാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള നമ്പർ തന്നെ ആവണം. ഓക്കെ. പിന്നെ ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബാക്കപ്പ് അഥവാ ഈ മൊബൈൽ നമ്പറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് റിക്കവർ ചെയ്യണമെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമാണ്. ഓക്കെ. പിന്നെ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ SSLC റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ വെദർ ദി ആപ്ലിക്കൻറ്റ് ഈസ് എലിജിബിൾ ഫോർ ബോണസ് പോയിന്റ് അണ്ടർ ദി ഫോളോയിങ് കാറ്റഗറി, അറ്റാച്ച് കോപ്പീസ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അതായത് ബോണസ് പോയിൻ്റ് അർഹതയുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കണം. NCC, സ്കൗട്ട്, ഗൈഡ്, സ്റ്റുഡൻറ്റ് പോലീസ്, കാഡറ്റ് അതൊക്കെയാണെങ്കിൽ ടിക്ക് കൊടുക്കാം. പിന്നെ ഡിപ്പെൻഡൻറ്റ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ഓഫ് ജവാൻ ഇൻ സർവീസ്, എക്സ് സർവീസ്, അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ്, ഇതിനൊക്കെ എന്തുണ്ട്, ബോണസ് പോയിൻ്റ് എന്തുണ്ട്, നമുക്ക് കിട്ടും. ഓക്കെ, ബോണസ് പോയിൻറ്റുകൾ കിട്ടും. അതുപോലെ അടുത്തത് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, അറ്റാച്ച് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ്. സ്പോർട്സിൻ്റെ കാര്യം പ്രത്യേകം തന്നെ ചെയ്യണം, അത് വേറെ തന്നെ പ്രൊസീജിയറാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് വേറെ പറഞ്ഞു കേട്ടോ. സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് അതിൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടണം, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ, അതുപോലെ ഡിസ്ട്രിക്ട് ലെവൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ, ഫസ്റ്റ് പ്ലേസ് കിട്ടിയിട്ടുണ്ടോ, സെക്കൻഡ് പ്ലേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങൾ തെറ്റിച്ച് ഇത് കൊടുത്തു, അത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു, എന്നിട്ട് അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അതില്ലെങ്കിൽ നിങ്ങളെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, പുറത്താക്കും. അത് ഏറ്റവും ചെറുതാണെങ്കിലും. ഇപ്പോൾ ക്ലബ്ബുകളുടെ ഒക്കെ വരുന്നുണ്ട്, ഇല്ലാത്ത ക്ലബ്ബൊന്നും നിങ്ങൾ കൊടുക്കരുത്. ക്ലബ്ബ് ടിക്കറ്റു ആ സംഭവം നിങ്ങൾ എന്ത് ചെയ്യും, +1 പ്രിൻസിപ്പൾ ചോദിക്കും, ആ സമയത്ത് നിങ്ങളത് ഹാജരാക്കേണ്ടി വരും. അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ടിക്ക് ചെയ്യരുത്. ഓക്കെ. പിന്നെ കേരള സ്കൂൾ കലോത്സവം, സ്റ്റേറ്റ് ലെവൽ, അതുപോലെ ഡിസ്ട്രിക്ട് ലെവൽ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. പിന്നെ വെദർ ദി ക്വാളിഫൈഡ് ഇൻ ദി നാഷണൽ സ്റ്റേറ്റ് ലെവൽ ടെസ്റ്റ് ഫോർ ദി നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ, അതുപോലെ നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്, അതായത് NMMS അല്ലേ, അതുപോലെ വെദർ ക്വാളിഫൈഡ് ഇൻ USS, LSS, ഇതിനൊക്കെ എന്തുണ്ട്, നമുക്ക് ബോണസ് പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ. അറ്റാച്ച് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹാജരാക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? യെസ്. അടുത്തെന്താ യെസ്, ഡീറ്റെയിൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, മറ്റു മേളകളിലൊക്കെ അല്ലേ, സ്റ്റേറ്റ് സയൻസ് ഫെയർ, സോഷ്യൽ സയൻസ് ഫെയർ, മാത്സ് ഫെയർ, അതുപോലെ തന്നെ IT ഫെസ്റ്റ്, സ്റ്റേറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഫെയർ, ഇങ്ങനെയുള്ളതിലൊക്കെ A ഗ്രേഡോ B ഗ്രേഡോ C ഗ്രേഡോ D ഗ്രേഡോ E ഗ്രേഡോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാവണം. കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയേ വേണ്ട. ഓക്കെ. അടുത്തത് ക്ലബ്ബുകളാണ്. ഒരു 2 ക്ലബ്ബുകൾ മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ ക്ലബ്ബും HM പറഞ്ഞിട്ട് എല്ലാ ക്ലബ്ബും തരുന്നത് അങ്ങനെ കിട്ടൂല. ഒരു കുട്ടിക്ക് 2 ക്ലബ്ബുകളെ മാക്സിമം കിട്ടുള്ളൂ. ഈ ക്ലബ്ബുകൾ എവിടെയാണ് വരിക എന്നറിയോ, എല്ലാ തരത്തിൽ നോക്കിയിട്ട് മാർക്കും ഓക്കെയാണ്, ബോണസ് പോയിൻ്റ് ഓക്കെയാണ്, അങ്ങനെ ഈക്വലായിട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ക്ലബ്ബുകൾക്കാണ് എന്ത് ചെയ്യുക, അടുത്ത മുൻഗണന കൊടുക്കുക. ഒരു കുട്ടി ക്ലബ്ബിലുള്ള കുട്ടിയാണെങ്കിൽ അവനായിരിക്കും എന്ത് ചെയ്യുക, മുൻഗണന. അപ്പോൾ 2 ക്ലബ്ബുകൾ, ഇത് ക്ലബ്ബൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട, സ്കൂളിൽ പോവുക, ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാം. 2 എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ വേണ്ടി പറ്റും. നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു മാർക്കിന് അല്ലെങ്കിൽ ഈ ഒരു ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റിനൊക്കെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോയ കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ. അടുത്തത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടോ എന്നുള്ള കാര്യം, രാജ്യ പുരസ്കാരമോ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരമോ കിട്ടിയ ആ കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ ഫോർ പാസിംഗ് ദി SSLC ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ, തുല്യതയ്ക്കോ അല്ലെങ്കിൽ SSLC പാസ്സാവാനെടുത്ത ചാൻസ്. ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ 1 എന്ന് കൊടുക്കാം, അതല്ല രണ്ടാമത്തെ തവണയാണെങ്കിൽ 2 എന്ന് കൊടുക്കാം. അത് നിങ്ങളുടെ അതിനനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യാം. പിന്നെ ഒന്നിൽ കൂടുതൽ തവണ ചാൻസ് എടുത്തിട്ടാണ് പാസ്സായതെങ്കിൽ ആ ഓരോ രജിസ്റ്റർ നമ്പറും എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്തത് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡുകൾ, ഓരോ സബ്ജക്റ്റിനും കിട്ടിയിട്ടുള്ള ഗ്രേഡുകൾ, A+ ആണെങ്കിൽ A+, A ആണെങ്കിൽ A, B+ ആണെങ്കിൽ B+, ഇത് ഇങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ. A+, B, C+, A,
എ പ്ലസ് ബി പ്ലസ് അല്ലേ, ബി പ്ലസ് എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എന്നെന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇത് ഇനി തെറ്റിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇതൊക്കെ എന്ത് ചെയ്യും, റെഡി ആയിട്ട് വരും. ഇനി നിങ്ങൾ റിവാലുവേഷനൊക്കെ കൊടുത്തിട്ട് അത് ഈ റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, റിവാലുവേഷൻ റിസൾട്ട് വന്നു എന്നിട്ട് ഇവിടെ മാറുന്നില്ലെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കാര്യം മിക്കവാറും എല്ലാം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, യെസ്, അത് ശ്രദ്ധിക്കണം. റിസൾട്ട് വന്നിട്ട് റിവാലുവേഷൻ്റെ കാര്യം കേട്ടോ, റിവാലുവേഷൻ റിസൾട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഗ്രേഡ്സ് ഒബ്റ്റൈൻഡ് ഫോർ ക്വാളിഫയിങ് എക്സാമിനേഷൻ SLC മാർച്ച് 2007 to മാർച്ച് 2024, അതായത് ഇത് ഇപ്പോൾ എഴുതിയ 2025 എഴുതിയതാണ്. ഇത് അതിന് മുൻപ് പാസ്സായവരുതാണ്. അതെന്ത് ചെയ്യുക, അവിടെ കുട്ടികൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ, CBSE ICSE ആൻഡ് അതർ സ്ട്രീംസ് അവരുടെ സബ്ജക്റ്റുകളും അവർക്ക് കിട്ടിയുള്ള മാർക്കും മാക്സിമം മാർക്കും എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. ഓക്കെ, CBSEക്കാർക്ക് ഓരോ സബ്ജക്റ്റും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ മാർക്കും മാക്സിമം മാർക്കും എന്ത് ചെയ്യണം, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് തന്നെ കയറ്റണം. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവില്ല. SSLC എക്സാമിനേഷൻ എഴുതിയതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിസൾട്ട് നമ്മുടെ സൈറ്റിൽ വരും. പക്ഷേ CBSE ICSE പോലെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ സബ്ജക്റ്റിൻ്റെ പേരും അതുപോലെ തന്നെ മാർക്കും മാക്സിമം മാർക്കും ആ സബ്ജക്റ്റിൽ എത്രയാണ് മാർക്ക് എന്നുള്ളത് എന്ത് ചെയ്യണം, എഴുതണം. അതായത് ഒരു കുട്ടിക്ക് 100 മാർക്കിൻ്റെ പരീക്ഷയിൽ 90 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് എഴുതേണ്ടത്. മാക്സിമം മാർക്ക് 100, 90 മാർക്ക് കിട്ടി. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഓക്കെ, യെസ്, ഏറ്റവും ലാസ്റ്റ് ഫൈനൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ പരിസരത്തുള്ള, നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സ്കൂളുകൾ മാത്രം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാം. ഒരു 50ഓളം ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സ്കൂൾ കോഡാണ് എഴുതേണ്ടത്, സ്കൂളിൻ്റെ പേരല്ല, സ്കൂൾ കോഡും അതുപോലെ കോമ്പിനേഷൻ കോഡും അതും നമുക്ക് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ എന്താ പറയുക, ഇവിടെ യെസ്, hscap.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. സ്കൂൾ ലിസ്റ്റ് എന്നൊരു ലിങ്ക് കാണാം. അതിൽ നിങ്ങളുടെ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കോട്ടയം ജില്ല ഞാൻ സെലക്ട് ചെയ്തു. കോട്ടയം ജില്ല സെലക്ട് ചെയ്താൽ അവിടെയുള്ള കംപ്ലീറ്റ് സ്കൂളുകളുടെ പേരുകൾ വരും. ഓക്കെ, ഇതിൽ ആദ്യം കാണുന്നതാണ് സ്കൂൾ കോഡ്. സ്കൂൾ കോഡ് 5001 ഗവൺമെൻറ് HSS ഈരാറ്റുപേട്ട. ഓക്കെ, ആ സ്കൂളിലുള്ള കോഴ്സുകൾ ഏതാണെന്നുള്ളതും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, കോഴ്സിൻ്റെ കോഡ് 1-10-38. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് 1, 2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോക്കുക. 1 എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്, 10 എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ആണെന്നാണ് തോന്നുന്നു, 38 കൊമേഴ്സിലെയാണ്. അപ്പോൾ ആ കോഴ്സ് ഏതൊക്കെയാണെന്നുള്ളതുകൊണ്ട് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോഴ്സ് ലിസ്റ്റ്. ഓക്കെ, കോഴ്സ് ലിസ്റ്റ് ഇതാ കോഡ് ഇവിടെ കാണാം. ഓക്കെ, കണ്ടില്ലേ, ഫിസിക്സ് വരുന്ന ഇവിടെ 9 വരെ സയൻസ് ആണ് അല്ലേ, 9 വരെ സയൻസാണ്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് വരുന്ന 5 ആണ് കേട്ടോ, 5 കമ്പ്യൂട്ടർ സയൻസ് വരുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ്, അതുപോലെ തന്നെ ജിയോളജി സയൻസ് ഒക്കെ ഉണ്ട്. 1 മുതൽ 9 വരെ. 10 മുതൽ ഏറെക്കുറെ ഇവിടെ 35 വരെ ഹ്യൂമാനിറ്റീസ് കോഴ്സുകളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 36 ബിസിനസ് സ്റ്റഡീസ്, ഇതൊക്കെ കൊമേഴ്സ് കോഴ്സുകളാണ്. 39 കമ്പ്യൂട്ടർ കൊമേഴ്സ് വരുന്നത് കേട്ടോ. CC വരുന്നത് 39. 40 മുതൽ 46 വരെ വീണ്ടും ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കോഡ്, ഇതാണ് കോഡ്, സബ്ജക്ട് കോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ സയൻസ് ആണെങ്കിൽ 01 ആണ്, അതായത് ബയോളജി മാത്സ് ഒക്കെയുള്ള ആ ഒരു സയൻസ്. ഈ കോഴ്സ് ലിസ്റ്റും സ്കൂൾ ലിസ്റ്റും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്ഷയ സെൻറ്ററിൽ തന്നെ ചിലപ്പോൾ അടുത്തുള്ള സ്കൂളുകളുടെ കോഴ്സ് ലിസ്റ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കോമ്പിനേഷൻ കോഡിലെ 010101 ഒരു 5 സ്കൂൾ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 സ്കൂളുകൾ, അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് സയൻസ് മതി, അങ്ങനെയാണെങ്കിൽ ഈ 50 ഓപ്ഷന് നിങ്ങൾക്ക് സയൻസ് കൊടുക്കാം. ഓക്കെ, 0101 കൊടുക്കാം. എന്നിട്ട് ആ സ്കൂളിൻ്റെ കോഡ് കൊടുക്കാം, 1001, 100002. ഇങ്ങനെ സ്കൂൾ കോഡും കോഴ്സ് കോഡും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. എത്ര ഓപ്ഷൻ വരെ കൊടുക്കാം, 50 ഓപ്ഷൻ വരെ കൊടുക്കാം. ഓക്കെ, ഓപ്ഷൻസ് കൂടിയെന്ന് കരുതിയിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എന്താ പറയുക ബാധിക്കൊന്നുമില്ല. 50 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് ഫില്ല് ചെയ്തു, നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ കിട്ടി, ഒന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, പിന്നെ നിങ്ങൾക്ക് അവിടെ നിർബന്ധമായിട്ട് ചേർന്നേ മതിയോ, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ടാമത്തെ ഒരു സ്കൂളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ വേണം ആദ്യമായിട്ട് കൊടുക്കാൻ. പിന്നെ പ്രിയോറിറ്റിക്ക് അനുസരിച്ച് കുറഞ്ഞ് എന്ത് ചെയ്യുക, ഏറ്റവും അവസാനത്തേക്ക് പോവുക. അപ്പോൾ സയൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നില്ല. ഒരാൾക്ക് സയൻസ് കൊടുത്തെങ്കിൽ അടുത്ത വേണമെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ഒരു 11ാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് കൊമേഴ്സ് കൊടുക്കാം. ഓക്കെ, 38 39 കോഴ്സ് കോഡ് കൊടുക്കാം. ഈ സെയിം സ്കൂളിൽ തന്നെ കൊടുക്കാം. ഈ 10 1 0 0
100001 എന്ന് പറയുന്ന ഈ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് കൊമേഴ്സിന് അപ്ലൈ ചെയ്യാം. ആ ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസിന് അപ്ലൈ ചെയ്യാം. പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരു കാര്യം ഫില്ല് ചെയ്താൽ മതി. ക്ലിയർ ആയില്ലോ മക്കളെ? അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 8ാമത് കൊടുത്ത 11,002 എന്ന് പറയുന്ന ഒരു സ്കൂളിൽ നേർക്കാം. അവിടെ നിങ്ങൾക്ക് സയൻസിന് കിട്ടി, പക്ഷേ എനിക്ക് അവിടെ പോകണം എന്നില്ല. എനിക്ക് അതിന് മുകളിലുള്ള 7, 6, 5, 4, 3 അതിലൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ 1ാമത് തന്നെ കിട്ടണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 8ാമത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇവിടെ 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാം. ട്രയൽ അല്ല കേട്ടോ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനൊന്നും പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കണം. അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ സ്കൂളിലെ സീറ്റിനനുസരിച്ച് മുകളിലേക്കുള്ള ആ ഒരു സ്കൂളോ കോഴ്സോ നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, ഇവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻ്റലി നിങ്ങൾ എന്ത് ചെയ്യാണ്, അഡ്മിഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇവിടെ കിട്ടി, താല്പര്യമൊന്നുമില്ല, പക്ഷേ അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്താൽ പിന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല. ഓക്കെ, ഇനി കിട്ടിയില്ല എന്ന് ചോദിക്കുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചിലപ്പോൾ ഈ ഒരു ഫോം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഇല്ല, എൻ്റെ മാർക്കിന് അവിടെ കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് നമുക്കൊന്ന് മാറ്റി നോക്കാം. എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സ്കൂളുകളൊന്ന് ആദ്യം എഴുതി നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വില്ലിങ് ആവണം, ആ സ്കൂളിൽ പോകാൻ നിങ്ങൾ വില്ലിങ് ആവണം. 1, 2, 3 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകേണ്ടി വരും. പിന്നെ ആ താഴെയുള്ള എല്ലാം ക്യാൻസലാവും. ഇപ്പോൾ 8 നിങ്ങൾക്ക് കിട്ടി, പിന്നെ താഴെയുള്ള കംപ്ലീറ്റ് ക്യാൻസലാവും. അവിടെ ഒന്നും പിന്നെ നിങ്ങൾക്ക് പോകാനേ പറ്റില്ല. ഏറ്റവും മുകളിലേക്കേ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സ്കൂൾ കോഡും കോഴ്സ് കോഡും തെറ്റിക്കരുത്. ചെറിയ സ്ഥലപ്പേരുകൾ വ്യത്യാസത്തിൽ ചിലപ്പോൾ കിലോമീറ്ററുകൾ നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം. പിന്നെ ഏറ്റവും അവസാനതാ നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പാരൻറ്റ് ഗാർഡിയൻ, രക്ഷിതാവിൻ്റെ പേര്, ഒപ്പ് ചെയ്ത പ്ലേസ്, ഡേറ്റ്, നിങ്ങളുടെ ഒപ്പ്. ഓക്കെ, ഇവിടെ ഈ ഫോമിൽ നിങ്ങൾ എന്ത് എഴുതി എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ എഴുതിയ പോലെ തന്നെയാണോ കമ്പ്യൂട്ടർ എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ നടത്താൻ വേണ്ടി തരും. അവിടെ നമ്മൾ ഫില്ല് ചെയ്ത സംഭവങ്ങൾ തന്നെയാണോ നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിൽ തെറ്റ് വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ആ ഫൈനൽ സബ്മിഷൻ കൊടുത്തോ എന്ന് അക്ഷയക്കാരോട് അല്ലെങ്കിൽ പുറമുള്ള എന്താ പറയുക കടക്കാരോട് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താ നിങ്ങളങ്ങനെ ചെയ്ത് ആ ഫോമിൽ ഇങ്ങനെയാണല്ലോ എഴുതിയത് എന്ന് പറഞ്ഞിട്ട് അവിടെ ബലം വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? അത് നിങ്ങൾക്കാണ്. ഓക്കെ, തെറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കേസൊക്കെ കൊടുക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലും. പക്ഷേ നമ്മുടെ ഭാവിയല്ലേ പോകുന്നത്, ആ സമയമല്ലേ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ശരിയാണോ എന്നുള്ളത് ഫൈനൽ സബ്മിഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ നോക്കാം. ഓക്കെ, ഇതേപോലെ എന്താ പറയുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും ഷമീം സാർ ചെയ്യും. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യണം. അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇത് നിങ്ങൾ തെറ്റിക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്യൂഷന് ചേരണം മക്കളെ, ചേരണം. ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂല. സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ച് വളരെ ബെസ്റ്റ് ചോയ്സാണ്. കൊമേഴ്സ് ആണെങ്കിൽ ജ്വാല ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.